അപ്പൊ സുഹൃത്തുക്കളെ, ഒരു രക്ഷയില്ലാത്ത ഒരു കാര്യം പറയാൻ പോകണേ. കഴിഞ്ഞ ഒരു മാസം മാത്രം നമുക്ക് എടുക്കാം, ജനുവരി. ഈ 2025 ഈ ഒരു ജനുവരിയിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ആന ഇടാൻ തുടങ്ങിയത്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. കേരളത്തിൽ എപ്പോഴൊക്കെ ഉത്സവങ്ങള്, പള്ളിപ്പെരുന്നാളുകള്, ഇനിയിപ്പോ നേർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ, എന്ത് ഉത്സവം നടക്കുന്നുണ്ടോ അവിടേക്ക് ആനയെ കൊണ്ടുവന്നിട്ടുണ്ടോ അവിടെ ആന ഇടയാറുണ്ട്. ഞാൻ ഈ ആനയെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാലമായി ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരാൾക്കും അതിനെപ്പറ്റി ലെവലേശം ബോധമില്ല. ഒരപകടം നടന്ന് തൊട്ടടുത്ത പഞ്ചായത്തില് വീണ്ടും ഒരു ഉത്സവം നടക്കുക, അപ്പോഴും ഈ ആനപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്ന കുറെ ആനപ്രേമികൾ എന്ന് പറയുന്ന ചോരപ്രേമികൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരു സംശയമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും എനിക്കിപ്പോ തോന്നിയതൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, എന്തുകൊണ്ടാണ് യൂട്യൂബേഴ്സ് ഒന്നും പ്രതികരിക്കാത്തത്? ഞാൻ മാത്രമല്ലല്ലോ, എന്നേക്കാൾ എത്രയോ റീച്ചുള്ള ഇതിന്റെ തലപ്പത്തൊക്കെ നിൽക്കുന്ന യൂട്യൂബേഴ്സിന്റെ കമ്മ്യൂണിറ്റിയുടെ തലപ്പത്തൊക്കെ നിൽക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഇവന്മാരൊന്നും പ്രതികരിച്ച് കാണുന്നില്ല എന്ന് എനിക്ക് വലിയ സംശയമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഒരു ടെക്കിയുടെ വീഡിയോ ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഫുൾ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും ഷെരീഫ് ടെക്കി സംതിങ് ലൈക്ക് ഐ വിൽ മെൻഷൻ ഹിസ് നെയിം ലേറ്റർ. എന്തായാലും അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കാണുന്നത്. ആ വീഡിയോയിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ഇൻഫ്ലുവൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന അസോസിയേഷൻ ഉണ്ട്, അതിന്റെ തലപ്പത്ത് നമ്മുടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കാറിന്റെ ഉള്ളിലിരുന്ന് വീഡിയോ ചെയ്യുന്ന ആ ഒരു ബഹുമാനായ മനുഷ്യനൊക്കെ അതിന്റെ ഉള്ളിലൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ തലപ്പത്തുണ്ട്, സെക്രട്ടറിയുടെ സ്ഥാനത്തെങ്ങാണ്ട് അദ്ദേഹം നിൽക്കുന്നത്. ഇദ്ദേഹമൊക്കെ ഉള്ള ഒരു വലിയ പ്രോഗ്രാം നടക്കുന്നു. കേരളത്തിലെ ഇൻഫ്ലുവൻസ് അസോസിയേഷന്റെ ഒരു വലിയ പ്രോഗ്രാം നടക്കുന്നു. കൊച്ചിയിൽ എങ്ങാണ്ട് നടന്നേ ആ ഒരു വലിയ പ്രോഗ്രാം ഒരു വലിയ ഗംഭീര ഹാളിലാണ് നടന്നേ. എന്റെ സുഹൃത്തുക്കളെ, ആ ഹാളിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാനെന്നുള്ള പേരിൽ വന്ന ഒരു വലിയ ജീവിയുണ്ട്. ആ ജീവിയുടെ പേര് ആന എന്ന. നോക്കൂ, ആളുകള്, കുട്ടികള്, സ്ത്രീകള്, പ്രായം ചെന്ന ആളുകള്, ഒരുപാട് ആളുകളൊക്കെ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു ഹാളിലേക്കാണ് ഒരു ആനനെ കൊണ്ടുവന്നത്. എന്ത് ബോധമുണ്ടെന്നുള്ളതാണ്. അപ്പോഴെനിക്ക് മനസ്സിലായത്, ഞങ്ങൾ നടത്തിയ പ്രോഗ്രാം, അതായത് ഈ യൂട്യൂബേഴ്സിന്റെ ഇൻഫ്ലുവൻസേഴ്സ് നടത്തിയ പ്രോഗ്രാമിലേക്ക് ആനയെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു അപകടകരമായിട്ടുള്ള സംഭവമായിരുന്നു. അവരൊക്കെ മഹാഭാഗ്യം കൊണ്ട് അതെങ്ങനെ അവിടെ നിന്ന് ഇടയുകയോ എന്തെങ്കിലും ആക്രമണം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല പിന്നെ ചർച്ചകൾ നമ്മുടെ നാട്ടില്. എന്തൊക്കെയായാലും എന്തോ മഹാഭാഗ്യം കൊണ്ട് അത് ഇടഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും വാർത്തയായില്ല. ഞാൻ വെറുതെ പറയുന്നല്ലോ കേട്ടോ. ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ആദ്യമായിരിക്കും ഒരു കമ്മ്യൂണിറ്റിയുടെ മെമ്പർഷിപ്പ് വാദിക്കാനായിട്ട് ആന വരുവാണ്. കേസുകളൊക്കെ 2-3 വീഡിയോ ആയിട്ട്. എന്തായാലും ഇതാണ് അതിനെപ്പറ്റി പ്രതികരിച്ച ഒരു മനുഷ്യന്റെ കൂടി വോയിസ് അതിന്റെ ഇടയിലുണ്ട്. ആനയാണ് മെമ്പർഷിപ്പ് വാങ്ങിക്കാൻ വരുന്നത് എന്ന രീതിയിൽ ഗംഭീര സന്തോഷത്തിൽ അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ബോധമുണ്ടെന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ആ ഇൻഫ്ലുവൻസ് അസോസിയേഷന്റെ തലപ്പത്ത് നിൽക്കുന്ന മനുഷ്യനും കൂടി അതിനിപ്പോ പ്രതികരിച്ചിട്ടുണ്ട്. വളരെ മാന്യമായ പ്രതികരണമാണ് ഇദ്ദേഹത്തിന്റെ നേരെ വന്നിട്ടുള്ളത്. അതൊരു എന്താ പറയാ, നമ്മൾ വന്ന് ന്യായീകരിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ അഷ്കർ ടെക്കിയാണ് എക്സ്പ്ലനേഷൻ തരുന്ന കാര്യം അങ്ങനെയൊന്നുമില്ല. അഷ്കർ ടെക്കി ചൂണ്ടിക്കാണിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. അത് 100% ഞാൻ പേഴ്സണലി ആക്സെപ്റ്റ് ചെയ്യുന്നു. സംഘടനയുടെ സെക്രട്ടറി എന്നുള്ള രീതിയിലും അതും ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ശ്രദ്ധക്കുറവ്, അതാണ് അതിന്റെ മെയിൻ കാര്യം. കാരണം അത്രയും വലിയൊരു ഇവന്റ് ആണ്. ഇവന്റിന്റെ സമയത്ത് ഈ ഒരു ആനയുടെ ഒരു എൻട്രി ലിറ്ററലി നമ്മൾ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയതാണ്. നമ്മൾ അതിന്റെ ഒരു കോൺസിക്വൻസസ്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ജീവിയാണ്. ഓക്കെ, എന്തായാലും അഷ്കർ ടെക്കിയുടെ വീഡിയോയ്ക്ക് വളരെ മാന്യമായ പ്രതികരണമാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഞാൻ വിചാരിച്ച് ന്യായീകരിച്ച് മെഴുകുവന്ന, പക്ഷെ അതൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം എന്താണ് ഈ മൃഗം എന്നതിനെ കുറിച്ചിട്ട് നല്ല ധാരണയോട് കൂടി തന്നെ അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഈ വീഡിയോ സംസാരിക്കുന്നുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഇത് ഞാനോ അല്ലെങ്കിൽ കുറച്ച് പേര്, കേരളത്തിലെ വളരെ കുറച്ച് പേര് മാത്രം ചർച്ച ചെയ്താൽ പോരാ. ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം, നമ്മുടെ കാട്ടിന്റെ അടുത്തെല്ലാം വീട് വെച്ച്, അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശങ്ങളൊക്കെ വീട് വെച്ച്, അല്ലെങ്കിൽ കാട് മുഴുവൻ മാന്തി എടുത്ത് അവിടെയൊക്കെ കൃഷി നടത്തി, ആ കൃഷിയിടത്തിലേക്ക് കാട്ടിൽ താമസിക്കുന്ന ആനകൾ ഇറങ്ങി അവർക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ ഒരു സെർച്ച് ചെയ്യുന്ന സമയത്ത് ആനകൾ കയറി വന്നൊന്നും ഞങ്ങളെ കൃഷിയിടം നശിപ്പിച്ചൊന്നും ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ ഘോരം പ്രസംഗിക്കുകയും ഒപ്പം തന്നെ ചാനലുകളിൽ വണ്ടർഫുൾ ചർച്ചകളൊക്കെ നടത്തുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ചർച്ച നടത്തുന്ന ഒരാൾ പോലും ഈ അമ്പലങ്ങളാവട്ടെ, പള്ളിപ്പെരുന്നാളാവട്ടെ, നേർച്ചയ്ക്കാവട്ടെ, ഇനി എന്തെങ്കിലും നാടിന്റെ ഉത്സവമാവട്ടെ, ഇത്തരം പരിപാടികളെയൊക്കെല്ലാം പൈസ കൊടുത്ത് മരണം വിലയ്ക്ക് വാങ്ങിച്ച് അവിടെ ഗംഭീരമായിട്ട് പ്രോഗ്രാം നടത്തി ആനയടഞ്ഞ് അതിന്റെ കുത്തേറ്റും അതിന്റെ ചവിട്ടേറ്റും അതിന്റെ ഇടയിൽ കൊണ്ട് ആളുകളൊക്കെ ഓടുന്ന സമയത്ത് നാട്ടുകാരെ ചവിട്ടേറ്റൊക്കെ മരിച്ചു പോകുന്ന ആൾക്കാരെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
തിരൂര് മുതലാണ് നമ്മൾ ഈ വർഷം തുടങ്ങി. അതിപ്പോ എൻ്റെ നാട് വരെ അത് എത്തി നിൽക്കുന്നുണ്ട്. അത് ഇനിയും ആവർത്തിക്കും. നോക്കിക്കോളൂ, കേരളത്തിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി ആനകളുടെ ഈ ഓട്ടവും പരിഭ്രാന്തിയും ഒക്കെ ഇഷ്ടം പോലെ സംഭവിക്കും. ചൂട് മാത്രമല്ല പ്രശ്നം, ആന ഒരു വന്യജീവിയാണ്. അതിനെ മെരുക്കാനേ സാധിക്കുള്ളൂ. അത് ഇണങ്ങില്ല, അതൊരു ടാമഡ് ആനിമൽ ആണ് എന്നുള്ള കാര്യം എത്ര പേർക്ക് അറിയാം. നമ്മൾ ആനയെ ചക്കര പൊന്നെന്ന് വിളിച്ചാൽ കഴിഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ആന ഇളകാൻ തീരുമാനിച്ചാൽ അത് ഇളകും. എത്ര വർഷം പരിചയമുള്ള പാപ്പനായാലും കൊന്നിരിക്കും. നമ്മളത് കണ്ടതാ, ഒരു സംശയമില്ല. ആനച്ചോറ് കൊലച്ചോറ് എന്നൊക്കെ പലരും പറയും, പക്ഷെ ഇത് അതൊന്നല്ല. ഇനി എന്തുകൊണ്ടാണ് ആനച്ചോറ് കൊലച്ചാറാവുന്നത് എന്നതിന് നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഒന്ന് കണ്ടോക്കൂ. ആ പാവ ആനയെ ഉപദ്രവിക്കുന്ന രീതികളൊന്ന് ആലോചിച്ചു. അപ്പ ആ ഒരു തോട്ടിക്കോലില്ലേ ഇങ്ങനെ വളഞ്ഞ്, അതൊരു പിടിച്ച് വലിക്കുകയാണ് അതിന്റെ തൊലി. എന്തൊരു ഭീകര കാഴ്ച ആലോചിക്കേ. ക്രൂരത. അവസാനം കെടുന്നു. ഈ കെടുന്നു കഴിഞ്ഞിട്ടും ഈ ആക്രമണം അവസാനിക്കുന്നു. നോക്കൂ, അടിക്കും നോക്കൂ. അപ്പ ഞാനിത് നിങ്ങളുടെ മുമ്പിൽ ബ്ലറായിട്ട് കാണിക്കാൻ സാധ്യതയുള്ളൂ കേട്ടോ. അടിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. സുഹൃത്തുക്കളെ, ഇങ്ങനെ അതിഭീകരമായിട്ട് അതിക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടാണ് ഈ ആനകളൊക്കെ ചട്ടം പഠിപ്പിക്കുന്നത്. പിന്നെ ഇത് പാപ്പാനെ കിട്ടിയ ചവിട്ടി അരയ്ക്കുന്നതിൽ വല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ വല്ല കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ അതിന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതുവരെ ഉപദ്രവത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ അരയ്ക്കും, വയറ്റിലേക്ക് നെഞ്ചിലേക്ക് കൊമ്പ് ആഴ്ത്തി അവനെ കൊന്നുകളയും. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ക്രൂരതകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അടിച്ച് പീഡിപ്പിച്ച് മുറിവേൽപ്പിച്ച് കണ്ണു പൊട്ടിച്ചാണ് ഈ ഭയപ്പെടുത്തിയാണ് ഈ ആനകളെ തിടമ്പേറ്റും മറ്റും നടത്തുന്നത്. നമ്മള് ഈ തിടമ്പേറ്റുന്നതിന്, ഈ തുമ്പിക്കൈ പൊന്തിക്കുന്നതിന്, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് തുമ്പിക്കൈ പൊന്തിക്കുന്നതിന്റെ ഒക്കെ പുറകിൽ ക്രൂരമായിട്ടുള്ള ശിക്ഷണ വിധികളുണ്ടാകും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തുമ്പിക്കൈ പൊന്തിക്കുന്നത്. അതെങ്ങാ പൊന്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആനയ്ക്ക് കിട്ടാൻ പോകുന്നത് ദൈവത്തിന്റെ ശിക്ഷയല്ല, മനുഷ്യന്മാരുടെ ഇമ്മാതിരിയുള്ള ശിക്ഷയായിരിക്കും. അതിഭീകരമായിട്ടുള്ള പീഡനങ്ങളായിരിക്കും. അത് ഏൽക്കണ്ട എന്ന് വിചാരിച്ച് മാത്രമാണ് ആനകളൊക്കെ ചെയ്യുന്നത്. രണ്ടാമത്, ആനകൾക്ക് ശബ്ദം ഭയമാണ്. ശബ്ദമില്ലാത്ത കാടുകളിൽ വളരെ സ്വസ്ഥമായി ആനന്ദത്തോടെ പുല്ലൊക്കെ പറിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. എത്ര ഫാമിലി സെറ്റപ്പുള്ള ജീവിയെന്നറിയാമോ? ആ ഒരു ജീവിയെ പിടിച്ചു കൊണ്ടുവന്നാണ് ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നത്. അതിന് ഇത്രയും നാട്ടാനാക്കാൻ വേണ്ടി ഇത്രയും ക്രൂരതകൾ. അതിന് തൊട്ടടുത്ത് അല്ലെങ്കിൽ ഒരല്പം 100 മീറ്റർ അകലെ എവിടെയായാലും വെടിമരുന്നിന്റെ ശബ്ദം ഒന്നും അതിന് പറ്റില്ല. അതുകൊണ്ട് അത് ഓടാതിരിക്കാൻ വേണ്ടി കൂച്ചുവിലങ്ങിടും. കാലിന്റെ മുകളിൽ കൂച്ചുവിലങ്ങിടും. ഈ അടുത്ത് തന്നെ ഒരു ആംബുലൻസ് പോകുമ്പോൾ പെട്ടെന്ന് ആന കൂച്ചുവിലങ്ങിട്ടത് കണ്ടപ്പോ ആളൊക്കെ പറഞ്ഞു, ആനയെ തിരിച്ചറിയുന്ന പാപ്പാൻ. അപകടം മുൻകൂട്ടി കണ്ട് കൂച്ചുവിലങ്ങിട്ടു. അല്ലെങ്കിൽ ഓടും ആന. എത്ര തന്നെ ഓടണ്ടെന്ന് പറഞ്ഞാൽ ഈ ജീവി ഓടും. കാരണം അതൊരു വന്യമൃഗമാണ്, നമ്മൾ പറഞ്ഞ അനുസരിക്കുന്ന ജീവിയല്ല. ഇതിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഈ ചർച്ചകളൊക്കെ നടക്കേണ്ട ചാനലുകളിലാണ്. ഈ ആനകളെ എഴുന്നള്ളിക്കുവാനും അമ്പലപ്പറമ്പിലേക്കും പള്ളിപ്പറമ്പിലേക്കും പെരുന്നാൾ പറമ്പിലേക്കൊക്കെ എത്തിക്കുന്ന ഈ പരിപാടികൾ നിർത്തി വെക്കൂ. ഈ ആനയോടുള്ള ഇത്തരം ക്രൂരതകൾ അവസാനിപ്പിക്കണം. ഈ ആനപ്രേമികൾ എന്ന് പറയുന്ന ആനപ്രേമികളല്ല, അവർ ചോരപ്രേമികളാണ്. മനുഷ്യന്റെ ചോര കണ്ടിട്ടും ഈ പാവം ജീവിയെ ക്രൂരത ഏൽപ്പിക്കുന്നത് കണ്ടിട്ടും മതി വരാത്ത എന്തോ ഒരു മദ്യക്കെട്ട ഭ്രാന്തന്മാരാണ്. അതല്ലാതെ വേറെ പേരൊന്നും അവരെ വിളിക്കല്ലേ. ബൈ സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും ശക്തമായിട്ട് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. ബൈ.